അതാണ് പുനർജന്മ സിദ്ധാന്തമായിട്ട് ഗരുഡ പുരാണത്തിൽ പറയുന്നത് കാര്യം. ഓം മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാല്, ജീവജാലങ്ങൾ മരിച്ചു കഴിഞ്ഞാല് അവരുടെ ആ സൂക്ഷ്മ ജീവൻ അന്തരീക്ഷത്തില് ഉയർന്നു നിൽക്കുന്നതാണ് പറയാം. അപ്പോൾ നരകങ്ങളിലും അവിടെ എല്ലാം പോയിട്ട് ചുറ്റി അന്തരീക്ഷത്തില് നേരെ സൂക്ഷ്മരൂപിയായിട്ട് നിൽക്കും ജീവൻ. അപ്പൊ സൂക്ഷ്മരൂപിയായിട്ട് നിൽക്കുന്ന ജീവന് ഭൂമിയിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ മഴ ആവശ്യമാണ്. മഴ പെയ്യുമ്പോൾ ആ പ്രാണൻ നേരെ ഭൂമിയിലേക്ക് വരും. അപ്പൊ ഒരു ഈശ്വര നിയോഗമുണ്ട്, ഇവൻ നേരെ മനുഷ്യനായിട്ട് ജനിക്കണം, മൃഗമായിട്ട് ജനിക്കണം എന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഈശ്വരനാണ്. അപ്പൊ ഭൂമിയിലേക്ക് ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ മൃഗമായിട്ട് ജനിക്കാനാണ് ഈശ്വരൻ തലയിൽ എഴുതി വെച്ചിരിക്കുന്നെങ്കിൽ, വിധിച്ചതെങ്കിൽ അവൻ പുല്ലിലേക്ക് പ്രവേശിക്കുന്നതാണ്. പുല്ലാകാം, നെല്ലാകാം, എന്തായാലും പുല്ലിലേക്ക് പ്രവേശിക്കും. അപ്പൊ ചെടി എന്നത് ചെടിയാകാം. അതല്ല, ഒരു മനുഷ്യനായിട്ട് ജനിക്കാനാണ് അവന് വിധിച്ചതെങ്കിൽ എന്ത് ചെയ്യും? അവൻ നേരെ നെല്ലിലേക്ക് പ്രവേശിക്കുന്നതാണ് പറയാം. നെല്ല് വെച്ച ധാന്യം. കേരളത്തെ സംബന്ധിച്ച് നെല്ലാണ്, പൊതുവെ ഭാരതത്തിൽ നെല്ലാണ്. അപ്പൊ നെല്ലിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കും. പിന്നെ ആ നെല്ല് നേരെ എടുത്ത് കുത്തി അരിഞ്ഞിട്ട് നേരെ അത് ധാന്യമാക്കിയിട്ട് നമ്മൾ ഭക്ഷണം ചോറായിട്ട് കഴിക്കും, ചോറോ കഞ്ഞിയോ ഒക്കെ ആയിട്ട് കഴിക്കും. അപ്പൊ ആ നെല്ലിൽ പ്രവേശിതായിരിക്കുന്ന ജീവൻ നേരെ പുരുഷനും കഴിക്കും, സ്ത്രീയും കഴിക്കും. പുരുഷനിലേക്ക് ആ ജീവൻ പ്രവേശിക്കുന്നതാണ്. അപ്പൊ നെല്ല് കഴിച്ച് ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നേരെ അത് രക്തത്തിലേക്ക് പ്രവഹിക്കും. ആദ്യം രക്തത്തിലേക്കാണ് പ്രവഹിക്കുക. അപ്പൊ പുരുഷൻ്റെതായിരിക്കുന്ന ആ രക്തത്തിലേക്ക് പ്രവേശിച്ച ജീവൻ അതിങ്ങനെ ചുറ്റി സഞ്ചരിച്ചിട്ട് പുരുഷൻ്റെതായിരിക്കുന്ന ശരീരത്തിലെ ഹോർമോൺസ് എന്ന് പറയും. അതായത് നേരെ ആ ഓരോരോ നമ്മുടെ എൻസൈംസ് മാതിരിയുള്ള സംഗതിയാണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിലെ സൂക്ഷ്മമായിരിക്കുന്ന വസ്തുക്കളാണ് ഹോർമോൺസ്. ആ ഹോർമോൺസിൻ്റെ പ്രത്യേകതയായിട്ട് ചേർന്ന് വരുമ്പോൾ ആ ജീവൻ ഹോർമോൺസുമായിട്ട് ചേർന്നുണ്ടായും. ഹോർമോൺസുമായിട്ട് ചേർന്നിട്ട് അത് ബീജമായിട്ട് മാറുന്ന, ബീജമായിട്ട് പരിണമിക്കും. ആ ബീജമായിട്ട് പരിണമിച്ച് നമ്മുടെ ശരീരത്തിലുണ്ടാവും, പുരുഷന്റെ ശരീരത്തിലുണ്ടാവും. അതേപോലെ തന്നെ നെല്ലുമാണല്ലോ സ്ത്രീയും കഴിക്കുന്നത്. അപ്പൊ സ്ത്രീയുടെ ശരീരത്തിലേക്ക് അത് ആ കഴിച്ചു കഴിഞ്ഞാൽ സ്ത്രീയുടെ രക്തത്തിലേക്ക് പ്രവഹിക്കും. അത് രക്തത്തിലൂടെ ഇങ്ങനെ ചക്രമണം ചെയ്തിട്ട് എവിടെ എത്തും? അത് നേരെ പതുക്കെ ക്രമേണ സ്ത്രീയുടെ ശരീരത്തിലുള്ളതായിരിക്കുന്ന ആ ഹോർമോൺസുമായിട്ട് ചേർന്നിട്ട് അത് അണ്ഡമായിട്ട് പരിണമിക്കുന്നതാണ് പറയാം. അണ്ഡമായിട്ട് പരിണമിക്കും. അപ്പോൾ പുരുഷൻ്റേത് ബീജമാകും, മറ്റേത് അണ്ഡമാകുന്നതാണ് പറയാം. അപ്പൊ പുരുഷ ബീജത്തിന് നേരെ ഇങ്ങനെ ആ കൃമി മാതിരി ഇങ്ങനെ നുളച്ച് വെള്ളത്തിലൂടെ നുളച്ചു പോകുന്ന കൃമി മാതിരി നുളച്ചു പോകാനുള്ള ശക്തിയാണ് പുരുഷ ബീജത്തിന്. അണ്ഡത്തിന് നേരെ ഒരു കുടത്തെ മാതിരി, അതാണ് അണ്ഡം എന്ന് പേര് വരാൻ കാരണം. അതങ്ങനെ കുടത്തിന്റെ ആകൃതിയിലാണ്, ചെറിയ കുടത്തിന്റെ ആകൃതിയിലാണ് അണ്ഡം. അപ്പോൾ കുറെ കഴിഞ്ഞിട്ട് ഈ അണ്ഡങ്ങളിങ്ങനെ നമ്മൾ നെല്ല് കഴിക്കും തോറും ബീജം കഴിക്കുന്നവരൊക്കെ തന്നെ അതിങ്ങനെ ധാരാളം നമ്മുടെ അണ്ഡങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, അതേപോലെ ബീജങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ പുരുഷന്റെ ശരീരത്തിലുള്ള ബീജങ്ങൾ നേരെ നശിച്ചു പോകും. ഒരു പരിധി കഴിഞ്ഞാൽ നശിച്ചു പോകും. പിന്നെയും ബീജങ്ങൾ ഉണ്ടാവും. സ്ത്രീയുടെ ശരീരത്തിന് ഇങ്ങനെ അണ്ഡങ്ങൾ കൂടുതൽ ഉണ്ടാവും. എന്ത് ചെയ്യും? ആ അണ്ഡങ്ങൾ ഇങ്ങനെ ഒരു പരിധി കഴിഞ്ഞാൽ എക്സ്ട്രാ അണ്ഡങ്ങളായി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? അത് പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യും. അതാണ് സാധാരണഗതിക്ക് സ്ത്രീക്ക് ആർത്തവം എന്ന് പറഞ്ഞിട്ട് ആർത്തവ രക്തത്തിലൂടെ അങ്ങോട്ട് പോകും. അപ്പോൾ അത് രക്തരൂപത്തിൽ അതിലേക്ക് പ്രവേശിച്ചത് ആർത്തവ രക്തമായിട്ട് മാസം മാസം മുറ തെറ്റാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം അത് എക്സസ് ആയിട്ട് വന്ന അണ്ഡങ്ങളാണ്. പിന്നെയും വീണ്ടും അണ്ഡങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പുരുഷൻ്റേത് സ്വയം നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ പുരുഷനും സ്ത്രീയും ചേരണ സമയത്ത് നേരെ പുരുഷന്റെ ബീജം സ്ത്രീയുടെ അണ്ഡത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ സ്ത്രീയുടെ അണ്ഡത്തിലേക്ക് പുരുഷന്റെ ബീജം പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ ദിവസം കൊണ്ട് തന്നെ അതൊരു നീർക്കുമിളയായിട്ട് വരുന്ന, വെള്ളത്തിൽ ഇങ്ങനെ കുമിളയുണ്ടാവും വെള്ളത്തിൽ. അപ്പോൾ ആ കുമിളയായിട്ട് മാറും. അപ്പോൾ ഒരു ദിവസം കൊണ്ട് കുമിളയാവും. പിന്നീട് 10 ദിവസമാകുമ്പോൾ എന്താണ്? അത് ചെറുതായിരിക്കുന്ന ഒരു നീളത്തിലുള്ളതായിരിക്കും ജീവിയായിട്ട് പരിണമിക്കുന്ന. അപ്പോൾ അത് ചെറിയൊരു ജീവി ആയിട്ട് പരിണമിക്കും. പിന്നെ 1 മാസമാകുമ്പോൾ എന്താണ്? 1 മാസമാകുമ്പോൾ
അതിന് നേരെ തല, അതേപോലെ കയ്യ്, കാല് ഒക്കെ പതുക്കെ ഉണ്ടാവും. 2 മാസമാകുമ്പോഴേക്കും മറ്റവയവങ്ങൾ ഉണ്ടാവും. കയ്യ്, കാല്, കണ്ണ്, മൂക്ക് ഒക്കെ ഉണ്ടാവും. പിന്നെ 3-ാമത്തെ മാസമാകുമ്പോഴാണ് അതിൽ ത്വക്ക് തുടങ്ങിയിരിക്കുന്ന എല്ലാ ഓരോ ശരീരത്തിന്റെ അവയവങ്ങൾ ഉണ്ടാവും. അപ്പൊ 3-ാമത്തെ മാസമാകുമ്പോൾ ഉണ്ടാകുന്ന എന്താണ്? 3-ാമത്തെ മാസമാകുമ്പോഴാണ് ആ ബീജത്തിൽ സങ്കലിച്ചതായിരിക്കുന്ന ജീവന്, ഇപ്പൊ ജീവൻ അല്ലെങ്കിൽ ജന്തു എന്നൊക്കെ പറയാം. ജന്തു എന്നാണ് പുരാണങ്ങൾ, ജന്തു എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ ജീവൻ എന്നാണ് അർത്ഥം. അപ്പൊ ആ ജീവന് നേരെ ലിംഗഭേദം 3-ാമത്തെ മാസത്തിൽ ഉണ്ടാകുന്ന. അപ്പൊ 3-ാമത്തെ മാസത്തിൽ അതുകൊണ്ടാണ് സ്കാൻ ചെയ്തിട്ട് ആൺകുട്ടിയാണോന്ന് പെൺകുട്ടിയാണോന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പക്ഷെ അത് പറയാൻ പാടില്ല എന്നാണ് ഡോക്ടർമാർ പറയാ. അത് പറഞ്ഞു കൊടുക്കില്ല. കാരണം സ്ത്രീകൾ വേണ്ടാന്ന് വയ്ക്കുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ 3-ാമത്തെ മാസത്തിൽ ലിംഗഭേദം ഉണ്ടാകുന്ന. 4-ാമത്തെ മാസം വരുമ്പോ അതില് നേരെ തൊലി ഇങ്ങനെ വന്ന് മൂടും. പിന്നെ മറ്റ് അവയവങ്ങൾ 5-ാമത്തെ മാസം വിസർജനാവയവങ്ങളൊക്കെ വരും. ത്വക്കൊക്കെ വന്ന് വികസിക്കും. പതുക്കെ പതുക്കെ ചെറിയ രോമങ്ങളൊക്കെ വരും. അപ്പൊ ആ സമയത്താണ് നേരെ പതുക്കെ പതുക്കെ 5-ാമത്തെ മാസം മുതൽ ഈ അമ്മ കഴിക്കണതായിരിക്കുന്ന ആഹാരം, സ്ത്രീ കഴിക്കണതായിരിക്കുന്ന ആഹാരം ആ അണ്ഡാശയത്തിൽ കിടക്കുമ്പോൾ അത് നേരെ പൊക്കിൾ കൊടിയിലൂടെയാണ് കയറി വരിക. അപ്പോൾ പൊക്കിൾ കൊടി അമ്മയുടെ പൊക്കിളിൽ നിന്ന് ഇങ്ങനെ വന്നതായിരിക്കുന്ന പൊക്കിള് ഈ ശിശുവിന്റെ പൊക്കിളുമായിട്ട് ഇങ്ങനെ ബന്ധം വരും. അപ്പൊ ആ സമയത്ത് ശിശു കഴിക്കുന്നത് അമ്മ കഴിക്കുന്ന ആഹാരമാണ്. അമ്മയുടെ ആഹാരത്തിലെ പ്രധാനമായ അംശങ്ങള് ശിശുവിന്റെ പൊക്കിൾ കൊടിയിലൂടെ ആ ശിശുവിന് അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ആ സമയത്ത് 4, 5, 6 മാസങ്ങളിലൊക്കെ നല്ല ആഹാരം കഴിക്കണം, പ്രോട്ടീൻസ് ഒക്കെ ഉള്ള ആഹാരം കഴിക്കണം എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. അപ്പോ ആ ശിശു ഇങ്ങനെ പതുക്കെ കയ്യ്, കാല് ഇതെല്ലാം വ്യാപിച്ച് കയ്യും കാലും ഒക്കെ ഇളകാൻ തുടങ്ങുന്നതാണ്. 6-ാമത്തെ മാസം കഴിയുമ്പോഴേക്കും അതിന് മറ്റ് ഹൃദയം തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഹൃദയത്തിൻ്റെതായിരിക്കുന്ന ചെറിയ ഒരു സ്പന്ദനമൊക്കെ ഉണ്ടാവും. അപ്പൊ ഹാർട്ടിനെയൊക്കെ, ഹൃദയത്തെയൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. 7-ാമത്തെ മാസമാകുമ്പോഴാണ് തലച്ചോറ് വികസിക്കുക. 7-ാമത്തെ മാസമാകുമ്പോൾ ആ കുട്ടിയുടെ തലച്ചോറ് അങ്ങനെ വികസിക്കും. തലച്ചോറ് വികസിക്കുമ്പോഴാണ് കുട്ടിക്ക് ഓർമ്മശക്തിയൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ കിട്ടും. കഴിഞ്ഞ ജന്മങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ ആ സമയത്ത് കിട്ടും. അതാണ് ഗർഭാവസ്ഥയിലുള്ള ശിശുരുണ്ടാകും. അപ്പോൾ മറ്റ് അവയവങ്ങൾക്ക് അതനുസരിച്ച് പുഷ്ടിപ്പെട്ട് വളർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ തലച്ചോറ് വികസിക്കുന്ന സമയത്താണ് നേരെ 7-ാമത്തെ മാസമാകുമ്പോൾ ഭഗവാൻ, സാക്ഷാൽ പരമേശ്വരനായിരിക്കുന്ന ഭഗവാൻ, അതായത് സാക്ഷാൽ ഭഗവാൻ ഈശ്വരൻ നേരെ കുട്ടിയുടെ തലച്ചോറിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പൊ തലച്ചോറിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നേരെ കുട്ടിക്ക് കാണാൻ സാധിക്കും. കുട്ടിക്ക് ഈശ്വരനെ കാണാൻ സാധിക്കും. കുട്ടി ഈശ്വരോട് എന്ത് പറയും? എൻ്റെ നടുവ് വേദനിക്കണല്ലോ ഭഗവാനെ, കാരണം എനിക്ക് കാല് നിവൃത്തി കിടക്കാനായിട്ട് നിവൃത്തിയില്ല. കാലിങ്ങനെ മറിച്ചിട്ട മാതിരിയാണല്ലോ കിടക്കുക. അപ്പൊ തല ഇങ്ങനെ കാലുമേപ്പോട്ട്, അപ്പൊ നടുവ് ഇങ്ങനെ വേദനിക്കുന്നു, ഞാനിങ്ങനെ അനങ്ങാൻ പോലും തിരിയാതെ കിടക്കുന്നു എന്നിങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടും. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും? ഭഗവാൻ നേരെ ഗർഭപാത്രത്തിനകത്ത് ഈ ശിശുവിന്റെ തലച്ചോറിനകത്ത് ഒരു മോണിറ്റർ ഇങ്ങനെ കാണിക്കുന്നു. അപ്പൊ ഒരു മോണിറ്റർ സ്ക്രീൻ ഉണ്ടാവും. ആ മോണിറ്റർ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചിട്ട് പറയും, നേരെ കഴിഞ്ഞ ജന്മത്തില് അല്ലെങ്കിൽ എത്രയോ ജന്മങ്ങൾക്ക് മുമ്പ് നീ ഇന്നൊരു പാപം ചെയ്തിട്ടുണ്ട്, അതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ നീ പ്രസവത്തിൽ ഇങ്ങനെ ഗർഭപാത്രത്തിൽ ഇങ്ങനെ യാതന അനുഭവിക്കുന്നത് എന്ന് പറയും. അപ്പൊ ഓരോ പ്രാവശ്യവും പറയും, അങ്ങനെ കുട്ടി ഇങ്ങനെ പറയും, എനിക്കിങ്ങനെ വല്ലാത്ത വിഷമമുണ്ട്, നീറ്റലുണ്ട് എന്ന് പറയും. അമ്മ കഴിക്കുന്നതായിരിക്കുന്ന ആഹാരത്തിന്റെ എരിവ്, പുളി, അതേപോലെ നേരെ അമ്ലം, ഇതെല്ലാം അമ്ലാവസ്ഥയൊക്കെ തന്നെ നേരെ ശിശുവിനെ ബാധിക്കും. ത്വക്ക് വളരെ വളരെ നേർത്തതായിരിക്കുന്ന ത്വക്കാണ്. അപ്പൊ ശരീരം നീറും. അപ്പൊ കയ്പൊക്കെ തന്നെ അനുഭവപ്പെടും. അപ്പൊ ആ സമയത്ത് പറയും, എനിക്ക് കയ്പുണ്ട് എന്നൊക്കെ പറയും. കഴിഞ്ഞ ജന്മത്തില് നീ ഇന്നത് ചെയ്തുകൊണ്ടാണ് നീ ഗർഭപാത്രത്തിനകത്ത് ഈ ഇന്ന ദുരിതങ്ങളൊക്കെ സ്വീകരിക്കാൻ കാരണം. അപ്പോൾ മത്സ്യമാംസങ്ങൾ കഴിക്കുന്ന മാതാവാണെങ്കിൽ എരിവുണ്ടാവും. അപ്പൊ എരിവ് ശിശുവിനെ നീറും. ചെറിയതായിരിക്കുന്ന തൊലിയാണ്. അപ്പൊ അതുകൊണ്ട് കൊച്ചിന് നീറ്റൽ വരും. അപ്പൊ അങ്ങനെ പരാതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാന്ന് പറയാം. അപ്പൊ അത് കഴിഞ്ഞ് നേരെ വീണ്ടും ഭഗവാൻ ചോദിക്കും, അപ്പോൾ ഞാൻ എപ്പോഴാണ് പോകുക, എന്നെ ഒന്ന് പുറത്തേക്ക് വിടാമോ ഭഗവാനെ എന്ന് ഭഗവാനോട് ചോദിക്കുന്നതാണ് പറയാം. എന്നെ എപ്പോഴാണ് പുറത്തേക്ക് വിടുക എന്ന് ഭഗവാനോട് ചോദിക്കുമ്പോൾ ഭഗവാൻ എന്ത് പറയും? 10 മാസമാകുമ്പോൾ നിന്നെ പുറത്തേക്ക് വിടാം എന്ന് പറയും.
അപ്പൊ അത് കഴിഞ്ഞിട്ട് നിന്നെ പുറത്തേക്ക് അയച്ചാല് നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കും ഭഗവാൻ. അപ്പൊ ശിശു എന്ത് പറയും? അതാണ് നേരെ പറയാ, ആ നേരെ ശിശുവിന്റെ ജന്തുഗീത എന്നാണ് ഭാഗവതത്തിലൊക്കെ പറയുക. അപ്പോൾ കുട്ടിയുടെ നേരെ പറയും, ഞാൻ ഇനി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ നേരെ ഭഗവാനെ ആരാധിച്ചു കൊള്ളാം, ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചു കൊള്ളാം, വേറെ ഒന്നും ചെയ്യില്ല, ഭഗവാനെ മാത്രമേ ഞാൻ ആരാധിക്കൂ, ഈശ്വരാരാധന മാത്രം ചെയ്യാം, മറ്റ് അശുദ്ധ കർമ്മങ്ങളോ മറ്റ് ദുഷ്കർമ്മങ്ങളോ ഞാൻ ചെയ്യില്ല എന്നിങ്ങനെ സത്യം ചെയ്യും ഭഗവാന്റെ മുമ്പിൽ. അപ്പം അത് കഴിഞ്ഞ് നേരെ കുറച്ച് കഴിഞ്ഞ് നേരെ 8ാമത്തെ മാസം കഴിഞ്ഞ് 9ാമത്തെ മാസം ആകുമ്പോഴേക്കും വളർച്ച പൂർത്തിയായി. അപ്പോൾ 8ാമത്തെ മാസം കഴിഞ്ഞ് 9ാമത്തെ മാസം ആകുമ്പോഴേക്കും നേരെ സൂതികാവായുവിൻ്റെ പ്രവാഹം ഉണ്ടാവും എന്നാണ് പറയുന്നത്. സൂതികാവായു വെച്ചാൽ നേരെ നമ്മുടെ ഫ്ലൂയിഡ് ഡിസ്ചാർജ് ആണ്. അപ്പോൾ ഗർഭപാത്രത്തിനകത്തുള്ളതായിരിക്കുന്ന ആ ഫ്ലൂയിഡ് എങ്ങനെ ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ ഡിസ്ചാർജ് യോനിമുഖത്ത് കൂടിയിട്ട് പുറത്തേക്ക് കടുവ്, സ്ത്രീയുടെ യോനിമുഖത്ത് പുറത്തേക്ക് വരും. അപ്പോൾ ആ സമയത്ത് നേരെ ഇങ്ങനെ റാ മലത്തിയിട്ട പോലെ ഇങ്ങനെ കിടക്കണതായിരിക്കുന്ന കുട്ടി നേരെ ഒന്ന് മേൽപോട്ട് ഇങ്ങനെ പൊങ്ങുന്നതാണ്. അപ്പോൾ തല ഇങ്ങനെ മേൽപോട്ട് പൊങ്ങും, മേൽപോട്ട് പൊങ്ങിയിട്ട് പിന്നെ അതിങ്ങനെ കീഴ്പോട്ട് വരും. അപ്പോൾ താഴെ നിന്ന് ഇങ്ങനെ മേൽപോട്ട് തല പൊങ്ങി കീഴ്പോട്ട് വരുമ്പോൾ എന്താണ്, ഈ ഭഗവാന്റെ രൂപം മറക്കും, പറഞ്ഞ കഴിഞ്ഞ കാലത്തിലെ ജന്മങ്ങളുടെ ഓർമ്മകളും മറക്കും. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ട് മറക്കും, അപ്പോൾ എല്ലാം മറന്നങ്ങോട്ട് പോകും. പിന്നെ തിരിച്ച് നേരെ പുറത്തേക്ക് വരുമ്പോൾ നേരെ ആ ശൈശവാവസ്ഥയിൽ നേരെ ആ നിഷ്കളങ്കനാണ് ബാലൻ. അപ്പോൾ അതുവരെ ഭഗവാനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്നാണ്. അപ്പം അത് പറഞ്ഞ് നേരെ ആ യോനീമുഖം അങ്ങനെ വികസിച്ചിട്ട് യോനീമുഖത്തൂടെ അങ്ങനെ തല ആദ്യം പുറത്തേക്ക് വരുന്നതാണ്. അതുകൊണ്ടാണ് മനുഷ്യനെ ശീർഷോദയ ജീവികൾ എന്ന് വിളിക്കുക. അപ്പോൾ ചിലരുടെ ആ മനുഷ്യൻ്റെയൊക്കെ തലയാണ് പുറത്തേക്ക് വരിക. മൃഗങ്ങൾക്ക് ആദ്യം പൃഷ്ഠോദയ ജീവികളാണ്, മൃഗങ്ങൾക്ക് ആ പുറകുവശമാണ് വരിക. അപ്പോൾ കാള പശുവൊക്കെ തന്നെ പുറകാണ് ആദ്യം പുറത്തേക്ക് വരിക, അവസാനം തല വരും. മനുഷ്യൻ ആദ്യം തല പുറത്തേക്ക് വരും, കാരണം അതൊക്കെ ശീർഷോദയ ജീവികളാണ്. പുറത്തേക്ക് വരുമ്പോഴെന്താണ്, പുറത്തേക്ക് വരുമ്പോൾ ഭഗവാന്റെ രൂപം മാറുമെങ്കിലും എന്തൊക്കെയോ പറഞ്ഞതായിട്ട് അവൻ്റെ ഒരു ഓർമ്മയുണ്ട്. അപ്പം അവൻ പറയും പുറത്തെ ആ ഭൂമിയുടെ സ്പർശമേൽക്കുമ്പോഴാണ് അവന് ഈ അന്തരീക്ഷമായിട്ട് പ്രപഞ്ചവായുമായിട്ട് ബന്ധം വരും. അപ്പം അവൻ പറയും ഇല്ല ഇല്ല എന്ന് പറയുന്നതാണ് പറയാം. അപ്പോൾ ഞാൻ ഭഗവാനോട് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല എന്ന് അവൻ പറയുന്നു. അതാണ് കുട്ടികൾ സാധാരണ നോർമൽ ഡെലിവറിയിൽ കുട്ടികൾ ഇല്ലേ ഇല്ലേ ഇല്ല എന്ന് കരയണത് എന്നാണ് പ്രാചീന ആളുകൾ പറയാം. പുറത്തേക്ക് വന്നിട്ട് വീണ്ടും പഴയ പോലെ അവൻ ദുർമാർഗങ്ങൾ ചരിക്കും. അപ്പം അങ്ങനെ ജീവിച്ചിട്ടാണ് മുന്നോട്ട് പോകുക എന്നാണ്. പിന്നെ നേരെ ആ 2 മാർഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ആ ഗർഭസ്ഥ ബാലൻ പുറത്തേക്ക് വരുന്നത്. അപ്പം അങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ 2 മാർഗങ്ങളാണ് നേരെ മനുഷ്യന് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് നേരെ ഉത്തരായന മാർഗം, ദക്ഷിണായന മാർഗം എന്നാണ് പറയുന്നത്. അപ്പം അതിന് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പ്രവൃത്തിധർമ്മം, നിവൃത്തിധർമ്മം എന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കുടുംബസ്ഥനാകും, തരുണീരക്തനാകും. അപ്പം അത് കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിച്ചു കഴിഞ്ഞ് സന്താനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മക്കൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നെ നേരെ ആ കുടുംബവുമായിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ട് നേരെ ഈശ്വര മാർഗത്തിലേക്ക് പോകണം എന്നാണ് ആ വിധി. അതാണ് നിവൃത്തി മാർഗം എന്ന് പറയും. അപ്പം അത് നേരെ ഈശ്വര മാർഗമാണ്, അതാണ് സൂര്യമാർഗം എന്ന് പറയും. അപ്പോൾ മറ്റേത് ദക്ഷിണമാർഗമാണ്, ഉത്തരമാർഗമാണ്, നിവൃത്തിധർമ്മം. അപ്പോൾ അവർ നേരെ ഇങ്ങനെ പതുക്കെ നിവൃത്തിധർമ്മത്തിലൂടെ ഇങ്ങനെ പോയിട്ട് നേരെ അവർ പതുക്കെ എല്ലാം ഉപേക്ഷിച്ചിട്ട് പിന്നെ നേരെ എന്ത് ചെയ്യും, സൂര്യൻ്റെ അടുത്തേക്ക് എന്നിട്ട് സൂര്യൻ്റെ മാർഗത്തിലൂടെ നേരെ പോയിട്ട് ഭഗവാനിൽ ലയിക്കും. പിന്നെ അവർക്ക് ജന്മമില്ല എന്നാണ്. അതല്ല, വീണ്ടും കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് വീണ്ടും വയസ്സാകും തോറും, അതായത് മക്കളുണ്ടായിക്കഴിഞ്ഞാൽ കുടുംബജീവിതം മാറ്റണം എന്നാണ് പറയുക. കുടുംബജീവിതത്തിൽ താല്പര്യം കാണിക്കരുത്, പിന്നെ ഒക്കെ ഈശ്വര മാർഗമായിട്ട് കണക്കാക്കണം. അപ്പോൾ ആ കുടുംബജീവിതം താല്പര്യത്തിലില്ലാതെ അവരെ നേരം ചെയ്യണം. ചില ആൾക്കാർ വീണ്ടും വയസ്സാകും തോറും ആഗ്രഹം കൂടും, എല്ലാം അടിച്ചമർത്തി ഭരിക്കുന്നവരെന്താണ്, അവർ പ്രവൃത്തി മാർഗം എന്നാണ് പറയാ. അവർ ദക്ഷിണ മാർഗത്തിലൂടെ വീണ്ടും തെക്കൻ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നതാണ്. മറ്റവർ വടക്കൻ ദിക്കിലേക്ക് സഞ്ചരിക്കുമ്പോൾ തെക്കൻ ഭാഗത്തേക്ക് സഞ്ചരിച്ചിട്ട് അവർ വീണ്ടും യമന്റെ ലോകത്തിൽ പോയി വിചാരണയൊക്കെ നേരിട്ട് വീണ്ടും ആകാശത്തിൽ ഒരു സൂക്ഷ്മജീവിയായിട്ട് വന്നിട്ട് വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചു വരും. അതാണ് പുനർജന്മ സിദ്ധാന്തമായിട്ട് ഗരുഡ പുരാണത്തിൽ പറയുന്നത് കാര്യം.
നമ്മുടെ പ്രവൃത്തികളാണ്. അപ്പോൾ മനുഷ്യനായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം വിടണം എന്നാണ്. മക്കൾക്ക് മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിക്കണം. പിന്നെ നേരെ സൂര്യമാർഗത്തിലേക്ക് അതല്ലെങ്കിൽ നിവൃത്തി മാർഗത്തിലേക്ക് തിരിയണം. അതാണ് ശ്രേഷ്ഠമായ മാർഗം. അപ്പൊ അവർക്ക് പിന്നെ വീണ്ടും ജന്മം ഉണ്ടാവില്ല. നേരെ തിരിച്ച് വീണ്ടും അതിൽ തന്നെ കടിച്ചു പിടിച്ച് കുടുംബജീവിതത്തിൽ കടിച്ചു പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും യമമാർഗം എന്നും പറയും, തെക്കൻ മാർഗം എന്നും പറയാം. അവര് നേരെ തെക്കൻ മാർഗത്തിൽ വീണ്ടും ജനിച്ച അന്തരീക്ഷത്തിൽ പോയി വീണ്ടും താഴെ വന്ന് ജനിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ഗരുഡ പുരാണത്തിലെ ജന്തുഗീത എന്നാണ് പറയാം, ജീവഗീത എന്നും പറയും. അപ്പൊ ജന്തുവിന്റെ വിലാപമാണ് അതിൽ വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നത്.